നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ ഒടുവില് വരുൺ ആ കാര്യങ്ങളൊക്കെ ദീപ്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേദയോടും വരുണിന്റെ അമ്മയോടും പറയാണ്. പിന്നീട് വരുൺ പറഞ്ഞു, ഇനിയിപ്പം ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഇനിയിപ്പോൾ എൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. ഇനി അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ തരാം. ദീപ്തി എന്നെ നടത്തി മാറ്റാനായിട്ട് നിങ്ങൾ വാളും പരിചയം ആൾക്കാരും കൂട്ടിയൊന്നും വരേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒഴിഞ്ഞു മാറി തന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവള് അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. അവൾ എൻ്റെ കീഴിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയൊന്നും വേണ്ട. എനിക്ക് ഇനി എന്താണെങ്കിലും മുന്നോട്ടൊരു ജീവിതം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവളുടെ കാര്യം അതല്ല. അവൾക്ക് ഒത്തിരി പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അവളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് അതോർത്തിട്ട് ഒരു വിഷമമുള്ളൂ. അവളുടെ കാര്യത്തിൽ മാത്രം എനിക്ക് ചിന്തയുള്ളൂ. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുണിൻ്റെ അമ്മ പൊട്ടിക്കരയാണ് അവിടെ നിന്ന്. പിന്നീട് വരുണിൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. ആ സമയം വരുൺ ചേർത്ത് പിടിച്ചു. വേദയ്ക്ക് ഉത്തരവില്ലാതായി അവിടെ. വേദ ഒന്നും മിണ്ടാതെ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. വേദ എന്ത് പറയാനായിട്ടാ? കാരണം വരുൺ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ടാ പറയണമെന്ന് വേദയ്ക്ക് തോന്നി. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടും പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല. വേദ ഉദ്ദേശിച്ചു പോയത് വേറെ പല കാര്യങ്ങളുമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല വരണമെന്ന് ഇപ്പോൾ വേദയ്ക്ക് മനസ്സിലായി. വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ദീപ്തി വീട്ടിലേക്ക് വരുവാണ്. ശങ്കരനാരായണൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദീപ്തിയോട് ചോദിച്ചു, ഇത്ര സമയം നീ ഇത് എവിടെയായിരുന്നു? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. അപ്പോഴേക്കും പത്മ അങ്ങോട്ട് വന്നിട്ടിച്ചു. ഫ്രണ്ട് ബീച്ചിൽ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്നതാണ്ടി നിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിച്ചു. നീ ഏതവൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടന്നേ? ആ സമയം ശങ്കരനാരായണൻ പത്മത്തെ വിലക്കി വേണ്ടാന്ന് പറയാണ്. പിന്നീട് പത്മ ഒന്നും മിണ്ടിയില്ല. ആ സമയം ശങ്കരനാരായണൻ ദീപ്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് കാണും ഈ പ്രായത്തിൽ. ആൺകൂട്ടുകാരും പെൺകൂട്ടുകാരും ഒക്കെ കാണും. അതാരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെത്രക്കാരാണ്, എങ്ങനെയുള്ളവരാന്ന് നീ അറിഞ്ഞിട്ടാണോ? അതൊക്കെ എനിക്ക് അറിയാച്ചാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓരോ കൂട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കേട്ടോണ്ടാണ് അവിടേക്ക് ശ്രീകാന്ത് ഇറങ്ങി വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തറിഞ്ഞിട്ടെന്ന് അടി പറയണേ? നിനക്ക് എന്തറിയാന്ന് ചോദിക്കണം. നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വരൺ ആരാന്നറിയാവോ? അവൻ എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് നിനക്കറിയാവോ? അവനെ തല്ലിച്ചതച്ച വിക്രമ. എന്തിനാ വിക്രം തല്ലിച്ചതച്ച ആ പരുവത്തിനാക്കിയിട്ടെന്ന് നിനക്കറിയാവോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, എനിക്കെല്ലാം അറിയാമെന്ന് പറയണം. പിന്നെ നിനക്ക് എല്ലാം അറിയാൻ പോലും എല്ലാം അറിഞ്ഞിട്ടാണ്ടി നീ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പോയെന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്ത്. പിന്നീട് ദീപ്തി പറഞ്ഞു, വരൺ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം വരൺ അങ്ങനെയല്ല. ചെയ്ത തെറ്റിൽ അവൻ പശ്ചാത്താപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, പശ്ചാത്താപിക്കുന്നുണ്ടെന്ന് പോലും. എടി, നീ അങ്ങനെ പശ്ചാത്താപിക്കുന്നവർക്കൊക്കെ ആശ്രയം കൊടുക്കാനും ജീവിക്കാനും പോയ നീ ആര്? ദൈവത്തിന്റെ അവതാരോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, എനിക്ക് തെറ്റി ശരിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന പ്രായമായ ഏട്ടാ. അതുകൊണ്ട് എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. ആ സമയം ശങ്കരനാരായണൻ ദീപ്തിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇത് ഈ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ പ്രായത്തിൽ നമ്മൾ ഒരാളെ വിശ്വസിച്ചു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരാളെ അനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നും. അവരെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇഷ്ടമൊക്കെ തോന്നും. അത് ഈ പ്രായത്തിൻ്റെയാണ്. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, അച്ഛാ, സൈക്കോളജി പഠിക്കുന്ന ആൾ ഞാനല്ലേ? എനിക്കറിയാം. എനിക്ക് വരുണിനെ ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അവൻ ആ പഴയ തെറ്റൊന്നും ആവർത്തിക്കുന്നില്ല. അവൻ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനോടൊപ്പം ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നു. ശ്രീകാന്ത് പറഞ്ഞു, അതെ, അതിവിടെ പറ്റില്ല. അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പോലും. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. അതോട് പ്രശ്നം തീരത്തില്ലെന്ന് ചോദിക്കണം. അപ്പോഴേക്കും പ്രശ്നമാവുമെന്ന് ശങ്കരനാരായണന് തോന്നി. ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചോളാന്ന് പറയണം. ശ്രീകാന്തിന് കട്ടക്കലിപ്പായിരുന്നു ആ സമയം ദീപ്തിയോട്. അപ്പോഴേക്കും പത്മൻ ചോദിച്ചു, നീ എന്തൊക്കെ അടി പറയണമെന്ന് ചോദിക്കുകയാണ്. ദീപ്തി പറഞ്ഞു, നിർത്തമ്മേ നിങ്ങളുടെ ഈ ഡ്രാമയൊക്കെ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? വരുൺ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ ആ തെറ്റ് പശ്ചാത്താപിക്കുന്നുണ്ട്. പിന്നീട് നേരെ ശങ്കരനാരായണന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അച്ഛന് കോടതിയിലെ പ്രതികളെയൊക്കെ ശിക്ഷിക്കാറില്ലേ? അങ്ങനെ ശിക്ഷിക്കുന്ന പ്രതികൾ വീണ്ടും അതേ ശിക്ഷകൾ ഏറ്റുമൊക്കെ വാങ്ങിയിട്ട് വീണ്ടും അതേ ക്രൂരകൃത്യങ്ങൾ ചെയ്യണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത്? അതോ തെറ്റൊക്കെ തിരുത്തിയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചാണോ അച്ഛൻ ശിക്ഷ കൊടുക്കുന്നത്? ആ സമയം ശങ്കരനാരായണനൊന്നും മിണ്ടിയില്ല. അല്ല, ഓരോ കുറ്റവാളികളെയും കോടതിയിൽ നിന്ന് ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കണ സമയത്ത് അവർ ആ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങി നല്ല സ്വഭാവക്കാരായിട്ട് തിരിച്ചു വരണം എന്നല്ലേ അച്ഛൻ ആഗ്രഹിക്കണേ? ശങ്കരനാരായണൻ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അച്ഛാ,
ഒരു പക്ഷേങ്കിൽ ഈ ലോകത്തെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. വരുൺ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ തെറ്റുകളൊക്കെ വരുൺ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ വരുൺ അന്ന് സ്വഭാവത്തോടെ ചെയ്ത കാര്യങ്ങളായിരുന്നില്ല, ബോധമില്ലാത്ത ചെയ്ത കാര്യങ്ങളായിരുന്നു, ഡ്രഗ്സിന് അടിമയായിരുന്നു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഓഹോ അപ്പം നിനക്കതൊക്കെ അറിയാമായിരുന്നില്ലേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ നീ അവൻ്റെ പിന്നാലെ പോയതല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ദീപ്തി ചോദിച്ചു, അല്ല അച്ഛനെ ഏട്ടനെ ഇവിടെ ഇരുന്ന് മദ്യപിക്കാറില്ലേ? എന്താ ദാഹം മാറ്റാണോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറില്ലേ? ശ്രീകാന്തിന് ഉത്തരം മുട്ടി. അതുപോലെ തന്നെ ശങ്കരനാരായണനും ദേ കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഇപ്പം വേദേച്ചിയുടെ വിക്രമേണ്ണൻ നിങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. അമ്മ തന്നെയാണെങ്കിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരെ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന്. അതിനർത്ഥം എന്താ, അമ്മയും മുത്തശ്ശിയൊക്കെ അംഗീകരിച്ചെന്നല്ലേ? ആ സമയം ശങ്കരനാരായണൻ പറഞ്ഞു, അതെ വിക്രം ചെയ്ത തെറ്റുകളൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്ന് പറയണം. ആയിക്കോട്ടെ, പക്ഷേങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന വരുണിൻ്റെ ഏതെങ്കിലും കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടോ? ശ്രീകാന്ത് പറഞ്ഞു, കോടതിയിൽ എത്താതെ തന്നെ അവൻ്റെ അച്ഛൻ ആ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് ഒതുക്കി തീർത്തു. അതെ അതെ, ഇനിയിപ്പോൾ വരുണിൻ്റെ കേസ് കോടതിയിൽ എത്തിയെന്ന് വെച്ചോ, ഒരു പക്ഷേങ്കിൽ സാഹചര്യ തെളിവുകളിലൊക്കെ അടിസ്ഥാനത്തിൽ അവൻ നിരപരാധിയാന്ന് വെച്ചോ. നിരപരാധിയാന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. പക്ഷെ അവൻ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങിക്കുമ്പോൾ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. അപ്പോൾ ആ വിവാഹ ജീവിതം നിങ്ങളൊക്കെ അംഗീകരിക്കാതിരിക്കുമോ? അല്ല, അച്ഛൻ വെറുതെ വിട്ട പ്രതിയല്ലേ. അപ്പോൾ വെറുതെ വിടുമ്പോൾ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുന്നത്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയെന്ന്. പക്ഷേങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പം അച്ഛൻ എന്താ അതിനകത്ത് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടാതെ ശങ്കരനാരായണൻ നിൽക്കുക. പക്ഷേ ഇവിടെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല അച്ഛാ. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞേ. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ അവൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് അവൻ മയക്കുമരുന്നിന് അടിമയായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാ, സ്വഭാവത്തോടെ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. അല്ല അച്ഛാ, ഒരാൾ ബോധമുള്ളപ്പം ചെയ്യുന്ന കാര്യമാണോ ബോധമില്ലാത്തപ്പോൾ ചെയ്യുന്ന കാര്യമാണോ കൂടുതൽ ക്രൂരതയായിട്ട് അച്ഛന് തോന്നേ? സത്യം പറയച്ചാ. അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു, മോളെ അത് അച്ഛന് ഉത്തരം പറയാനില്ലല്ലേ? ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. പക്ഷേങ്കിൽ ഇപ്പോഴങ്ങനെയല്ല വരുൺ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന ആളാണ് ഞാൻ. എനിക്ക് വരുണിനെ ഇഷ്ടമാണ്, വരുണിനൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും പറഞ്ഞിട്ട് ദീപ്തി അങ്ങോട്ട് കയറിപ്പോയി. ഉത്തരവില്ലാതെ നിൽക്കുകയാണ് ശ്രീകാന്തും പത്മയും ശങ്കരനാരായണനൊക്കെ. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവർ മുഖാമുഖം നോക്കിയിരുന്നു. കാരണം ദീപ്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള കാര്യം ശങ്കരനാരായണന് മനസ്സിലായി. കാരണം അവൾ ഓരോ കാര്യങ്ങളും അക്കവിട്ടാണ് പറയണത്. ഈ സമയം ശ്രീകാന്തിന് നല്ല ദേഷ്യമായിരുന്നു. കാരണം ശ്രീകാന്ത് ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവനും ഉണ്ടായിരുന്നു. പിന്നീട് വേദ വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയാണ്, വരുണിനെ കാണാൻ പോയ കാര്യങ്ങൾ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചിരിച്ചു. നീ അതെല്ലാം വിശ്വസിച്ച് ഇങ്ങോട്ട് പോകുന്നില്ലേ? പിന്നെ വിശ്വസിക്കാതെ ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. പിന്നെ ദീപ്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് ഇങ്ങനെ എല്ലാവരുടെ ഒരു സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞേ, ആ സിമ്പതിയൊക്കെ നന്നായിട്ട് മുതലെടുത്തു ആ വരുണ്. ഒരു പക്ഷേ തന്നെ കാണാനായിട്ട് 2-3 വട്ടം അവൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ സ്വഭാവങ്ങളൊക്കെ ഏകദേശം അവന് മനസ്സിലായി കാണും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ അടുത്ത കാർഡങ്ങടെ ഇറക്കി. സിമ്പതി പിടിച്ചു പറ്റുക, അതിന് വേണ്ടിയിട്ടാണ് അവനങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഒടുവിൽ ദീപ്തി അതിനകത്ത് വീഴുകയും ചെയ്തു. അവൻ വിജയിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എന്നാലും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, വിശ്വസിച്ചേ മതിയാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ദീപ്തിയുടെ ഒരു കമ്പാഷൻ സാറ്റിസ്ഫാക്ഷനാ. അല്ല, എന്താ വിക്രം ഉദ്ദേശിച്ചേ? അതായത് വേറൊന്നുമല്ല, ഇപ്പം ദീപ്തി കാരണമാണല്ലോ അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നേ എന്നൊരു ചിന്ത ദീപ്തിയുടെ മനസ്സിലുണ്ട്. അപ്പം അവരോട് താൻ ഒരാളുടെ ജീവിതം രക്ഷിച്ചു, അപ്പം അവരോട് ഒരിഷ്ടവും താല്പര്യമൊക്കെ കൂടും. അതിനകത്ത് ഇപ്പം താൻ കാരണമാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചില ചിന്തകളൊക്കെ വന്നു കഴിയുമ്പം അവരുടെ ഉള്ളിൽ പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെയുള്ള ആ ഇഷ്ടമാണ് പിന്നീട് ഒരു പ്രണയത്തിലേക്ക് വഴിതെളിച്ചത്. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അവൾ അങ്ങനെയൊക്കെ പോവോ? അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പോൾ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പിന് വേണ്ടി പോയതല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വന്നു. ആ സമയം ദീപ്തി അതിനകത്തേക്ക് വീണു, വരണ്ട വലയെ വീണു. ഞാൻ അങ്ങനെ പറയണുള്ളൂ. പക്ഷേ എങ്കിൽ വേദയ്ക്ക് ഒട്ടും അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ദീപ്തിയെ പോലൊരു പെൺകുട്ടി, അവൾ സൈക്കോളജിയൊക്കെ പഠിക്കുന്നതല്ലേ. എത്ര സൈക്കോളജി പഠിച്ചെന്ന് പറഞ്ഞാലും അവരെ രോഗികളല്ലാതെ ആവുന്നില്ല. അവർക്കും ചിലപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടാവാം. അവർക്കും ചിലപ്പോൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെ വിക്രം ഓരോ കാര്യങ്ങളും വേദയോട് പറയുന്ന സമയത്ത് വേദയ്ക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തൊക്കെയോ എവിടെയോ ഉള്ള പോലെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി. ഒടുവിൽ വേദ പറഞ്ഞു, അല്ല നമുക്ക് ദീപ്തിയോടും വരുണിനോടും ഒന്ന് സംസാരിച്ചാലോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടായാലോ, അവരുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാലോ. ഒരു കാര്യം ചെയ്യുക, ആദ്യം ശബരിമലയ്ക്ക് പോയിട്ട് വരട്ടെ, മലയ്ക്ക് പോയിട്ട് വന്നിട്ട് മതി.
സ്വാമി അവരെ കണ്ട് സംസാരിക്കുന്നതൊക്കെ. ഇത് കേട്ട വിക്രം പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നോക്കിയിട്ട് അവരെ അവരുടെ പാടിനെ വിടുന്നത് നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേദ വെച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു. അവൻ നല്ലവനായെന്നൊക്കെ ദീപ്തിയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ ദീപ്തിയോട് സംസാരിച്ചല്ലേ, അപ്പൊ അവൾ എന്താ പറഞ്ഞേ? അവൾക്ക് വരുണിനെ മാത്രം മതിയെന്ന്. പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേരെ തമ്മിൽ അകറ്റേണ്ട കാര്യമുണ്ടോ? അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ. എന്തൊക്കെയാ വിക്രസ്വാമി പറയണേ? അവനോടൊപ്പം അവൾ ഒന്നിച്ച് ജീവിക്കാൻ കേട്ടോ. അതെന്താ, ഒന്ന് ജീവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നീ എന്നോടൊപ്പം എൻ്റെ ഭാര്യയായിട്ട് തകർത്ത് അഭിനയിച്ച് ജീവിക്കുന്നില്ലേ? അപ്പൊ പിന്നെ പരസ്പരം പ്രണയിക്കുന്ന അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിച്ചാൽ എന്താ? അത് കേട്ടതും വേദിച്ചു. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ആന്നാണോ വിക്രസ്വാമി പറയണേ? അല്ലേ, നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുമല്ലേ, എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുമല്ലേ നല്ലൊരു ഭാര്യയാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം വേദി ഒന്നും മിണ്ടാതെ വിക്രത്തിനെ നോക്കി. ആ ശരി, അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഒരു ഉത്തരം തരണമെന്ന് പറയാം. എന്ത് ചോദ്യം? അയ്യപ്പസ്വാമിയെ പിടിച്ച് സത്യം ചെയ്യുക. ശരിക്കും ഉത്തരം പറയാന്ന്. ശരി, ഞാൻ ഉത്തരം പറയാം സത്യമായിട്ടും. അല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം വിക്രത്തിനെ കുഴപ്പിക്കുന്നു പറയാം. എങ്ങനെ കുഴപ്പിക്കും? അല്ല, അറിയാലോ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അയാൾക്കറിയാം താൻ ചെയ്യുന്ന തെറ്റാന്ന്. പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാൾ ആ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. തെറ്റാന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പോയി ചാടുന്നേ. അതിന് നമ്മൾ എന്ത് പേര് വിളിക്കും എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി. അല്ല, ഒത്തിരി സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്ന ആളല്ലേ, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇതിന് നമ്മൾ മാരകമായ വിധേയത്വം എന്ന് പറയണം. മാരകമായ വിധേയത്വം? അതെ, ഒരു വിധേയത്വം എന്ന് തന്നെ പറയാം. വിക്രത്തിന് മനസ്സിലായി ഇവള് തനിക്കിട്ട് പണി തന്നാന്ന്. കാരണം തനിക്ക് ശ്രീനിവാസനോടുള്ള ആ വിധേയത്വ സ്നേഹമൊക്കെ അതിനെക്കുറിച്ചാണ് ഇവള് ചോദിച്ചിരിക്കുന്നത്. വേദ പറഞ്ഞു, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് ഈ മാരകമായ വിധേയത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അല്ല, സൈക്കോളജിയിൽ കുറേ അറിവുകളൊക്കെ നേരിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ എവിടുന്നാ സ്വാമി പഠിച്ചതെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ ജയിലിൽ പോയ സമയത്ത് അവിടെ ഞാൻ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ സൈക്കോളജിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അപ്പോഴേക്കും വേദന, സോറി കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചില്ല. അതിനെന്താ, ഞാൻ ജയിലിൽ പോയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ശിക്ഷ അനുഭവിച്ച ആളുമാണ്. പിന്നെ വേദ എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതിനുശേഷം വേദ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇനി ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ ചില പ്ലാനിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പ്ലാനിങ്ങിലൂടെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്? ആര്? അതൊക്കെയുണ്ട്, ചിലരെയൊക്കെ ഞാൻ മുന്നോട്ട് നയിക്കുന്ന ആ രീതിയിലായിരിക്കും എന്നും പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം വിക്രം ഓർത്തു, എന്തൊക്കെ ബിൽഡപ്പ് ഇട്ടുകൊണ്ട് വന്ന അവസാനം അവൾ ഒരൊറ്റ ചോദ്യം കൊണ്ട് അവൾ തന്നെ തകർത്ത് കളഞ്ഞു എന്ന് ചിന്തിച്ചു. വേദ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? സ്വാമിയുടെ മുഖത്തൊരു മ്ലാനത. സ്വാമി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ട് പോയി. ശരിക്കും ഈ സമയത്ത് വിക്രം ഒന്ന് ചമ്മി. ഇതേ സമയത്ത് വല്ലാതെ ടെൻഷനോടെ വിട്ട് കൂടിയിരുന്ന് കരയുവാണ് പത്മ. അപ്പോഴേക്ക് ശങ്കരനാരായണൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ നീ കരയണേ? എന്നാലും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ദീപ്തി, നമ്മൾ ഇതൊക്കെ പ്രതീക്ഷയാണോ ശങ്കരേട്ടാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളൊക്കെ വളർന്ന് വലുതായില്ലേ. എല്ലാവരും നോക്കുമ്പോൾ ഞാൻ വലിയ ജഡ്ജി. കാരണം മുന്നിൽ വരുന്ന കേസുകളൊക്കെ അതിൻ്റെയൊക്കെ സത്യസന്ധത മനസ്സിലാക്കി വിധി കൽപ്പിക്കുന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുന്ന ഒരു ജഡ്ജി. പക്ഷെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മാത്രം ഞാൻ തോറ്റുപോയി. വേദ അങ്ങനെയായി, ഒടുവിൽ ദീപ്തി ഇങ്ങനെയായി. അല്ല, നീ ഒരു കാര്യം ചെയ്യുക, അമ്മയോട് വിളിച്ചു പറഞ്ഞു നോക്കുക. അമ്മയല്ലേ വേദയുടെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞേ, അതൊക്കെ ഭഗവാന്റെ ഓരോ തീരുമാനങ്ങളാണ്. അല്ല, ദീപ്തിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണെന്ന് നമുക്കറിയാലോ. ഇത് കേട്ട പത്മ പറഞ്ഞു, എനിക്കറിയില്ല ശങ്കരേട്ട എന്ത് ചെയ്യണമെന്ന്, നീ വിഷമിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, വേദയ്ക്ക് സംഭവിച്ച എന്താണെങ്കിലും ദീപ്തിയുടെ കാര്യത്തിൽ സംഭവിക്കാനായിട്ട് പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നീതി ന്യായമൊക്കെ എടുക്കുന്ന ഞാനായിരിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ ശങ്കരനാരായണൻ ആ തീരുമാനം പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് പിറ്റേ ദിവസം വിക്രത്തിനെ കൊണ്ട് വേദ ക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, അതെ വിക്രം അങ്ങോട്ടേക്ക് മാറിയിരുന്നോളൂ പറയണം. അതെന്താ? എനിക്ക് 7 ഒറ്റയടി പ്രദക്ഷിണം കൂടെ ഉണ്ട്. 7 ഒറ്റയടി പ്രദക്ഷിണോ? അതെ, വിക്രത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഒരു അമ്പലപ്പോട് കൂടിയിട്ട് വേദയെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥയായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.